വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതി ധന്യ മോഹൻ കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ധന്യ കീഴടങ്ങിയത്. 18 വർഷത്തോളം വലപ്പാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പ്രതി 20 കോടിയോളം രൂപയാണ് സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ, ഒപ്പം കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ലെവിനിലേക്ക്. ലെവിൻ, ഏറെക്കാലം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയെടുക്കുക, അവരുടെ വിശ്വാസ്യത ആർജിക്കുക, അതിനുശേഷം തട്ടിപ്പ് നടത്തുക, ആ ഒരു രീതിയാണ് പ്രതി നടത്തിയിരിക്കുന്നത്. എത്ര കോടി രൂപയുടെ തട്ടിപ്പ് എന്ന കാര്യത്തിൽ കൃത്യമായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെ നടപടികൾ ഇതിനോടകം ഇവർക്കെതിരെ എടുത്തിട്ടുണ്ട്? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്? ലക്ഷ്മി, അല്പസമയങ്ങൾക്ക് മുൻപാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതി കീഴടങ്ങിയത്. പ്രാഥമികമായി പരാതി നൽകിയത് പ്രകാരം 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പരാതിയിൽ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും 20 കോടിയോളം രൂപ പ്രതി വിവിധ കാലഘട്ടങ്ങളിലായി വലപ്പാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് തട്ടിച്ചെടുത്തതായാണ് പോലീസ് അനുമാനിക്കുന്നത്. 2019 മുതൽ ഇവർ ക്രമക്കേടുകൾ നടത്തുകയും 2024 ഏപ്രിലിൽ അത് ഓഡിറ്റിംഗിൽ വ്യക്തമാവുകയും ചെയ്തതോടുകൂടിയാണ് പ്രതിക്കെതിരെ സ്ഥാപന അധികാരികൾ പോലീസിൽ പരാതി നൽകുന്നത്. ഓഡിറ്റിംഗിന് മുന്നോടിയായി പിടിക്കപ്പെടുമെന്ന് വ്യക്തമായതോടെ ഇവർ സ്ഥാപനത്തിൽ നിന്നും തൃശൂർ വലപ്പാട്ടെ വീട്ടിൽ നിന്നും ഒളിവിൽ പോകുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തൃശൂരിലെ വലപ്പാട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് ചില വ്യക്തമായ സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയെയും വലപ്പാട് പോലീസ് സ്റ്റേഷൻ സിഐയെയും പ്രതി നേരിട്ട് വിളിച്ച് കൊല്ലം സ്റ്റേഷനിലെത്തി കീഴടങ്ങുമെന്ന് അറിയിക്കുകയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് 5:20 പ്രതി സ്റ്റേഷനിലെത്തിയത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തിയ പ്രതി പോലീസ് സ്റ്റേഷനിൽ താനാണ് ഈ വലപ്പാട് പോലീസ് തിരയുന്ന തട്ടിപ്പ് കേസിലെ പ്രതി എന്ന് നേരിട്ട് അറിയിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. കൊല്ലത്ത് നിന്നും കൊല്ലത്തേക്ക് എത്തിയ തൃശൂരിലെ പോലീസ് സംഘം ഈ പ്രതിയുമായി അല്പസമയങ്ങൾക്ക് ശേഷം തൃശൂരിലേക്ക് മടങ്ങിയെത്തും. അതിനുശേഷം നാളെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. സ്വകാര്യ സ്ഥാപനത്തിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് അധികാരികൾ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായി വലപ്പാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ടെക്നിക്കൽ മാനേജറായി ജോലി നോക്കുകയായിരുന്നു പ്രതി. ഈ കാലയളവിൽ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ആർജിച്ചതിനു ശേഷം വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വകമാറ്റുകയായിരുന്നു. സ്വന്തം അക്കൗണ്ടിലേക്ക് ബന്ധുക്കളുടെയുമാണ് ധന്യ പണം ട്രാൻസ്ഫർ ചെയ്തത്. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് ഷമീർ കൂടി ചേരുകയാണ്. ഷമീർ, എപ്പോഴാണ് ഈ പ്രതി കീഴടങ്ങിയത്? ഇവരെക്കുറിച്ച് ആ പ്രദേശത്തുള്ളവർക്ക്, ഇവരുടെ അയൽക്കാർക്ക് ഒക്കെ എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നോ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ? ലക്ഷ്മി പത്മ, ഇവർ ഏതാണ്ട് 5:50 കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പിന്നീട് ഇവർ അറിയിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് അറിയിച്ചു. ഇതിനെ തുടർന്ന് കൊല്ലം ഈസ്റ്റ് CA അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വലപ്പാട്ടെ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇവരെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കി. ശേഷം ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ തട്ടിപ്പിൽ എന്താണ് നിങ്ങളുടെ പങ്കാളിത്തം എന്ന് ആരായുകയും ചെയ്തു. പക്ഷേ ഇവർ തിരിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്റെ പണം എന്റെ കഴുത്തിലുള്ള ഈ ബാഗിലുണ്ട് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഇവർ സ്റ്റേഷനുള്ളിലേക്ക് കടന്നുപോയത്. നിങ്ങൾ വന്ന് ഈ പണം എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്റ്റേഷനുള്ളിലേക്ക് കടന്നുപോയത്. ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് പോലീസ് വിലക്കിയിരുന്നു. പിന്നീട് ഇവർ പ്രതിയാണ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് ദൃശ്യങ്ങളടക്കം ചിത്രീകരിച്ചതിന് ഇനിയുള്ള നടപടിക്രമം ഇവരെ ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ചില ചോദ്യങ്ങൾ വലപ്പാട്ടുള്ള അന്വേഷണ സംഘം ഈസ്റ്റ് പോലീസ് വഴി ഈ പ്രതിയിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കേസ് കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുക. എന്തായാലും വലപ്പാട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്തെത്തിയ ശേഷം ഈ പ്രതിയെ കൊണ്ടുപോകും. പ്രാഥമികമായി ഇവിടെ വെച്ച ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഇതിനുശേഷം മാത്രമായിരിക്കും ഇവരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും കൂടുതൽ പേർ ഈ തട്ടിപ്പിൽ ഉണ്ട് എന്നൊരു പ്രാഥമിക നിഗമനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. ലക്ഷ്മി പത്മ. ശരി, ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്നും പങ്കുവച്ചത്.